നമസ്കാരം. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ സംഘർഷം വീണ്ടും പശ്ചിമേഷ്യൻ മേഖലയെ ഉത്കണ്ഠയിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ അതീവ ജാഗ്രതയോടെ തന്റെ നയതന്ത്ര ഇടപെടലുകൾ ശക്തിപ്പെടുത്തുന്നത്. സംഘർഷം വ്യാപകമാകാതിരിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ പല രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ ഇന്ത്യ സമതുലിതവും ഉത്തരവാദിത്വപരവുമായ വിദേശ നയത്തിലൂടെ സമാധാനത്തിന് വഴിയൊരുക്കാൻ ശ്രമിക്കുകയാണ്. ഈ മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തുവെന്നും ഇനിയും ചർച്ചകൾ തുടരുമെന്നുമാണ് മന്ത്രി എക്സിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതും നിലപാടുകൾ ഏകീകരിക്കുന്നതിനുമായി ജർമ്മനി, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ ആശയവിനിമയം ഇന്ത്യയുടെ സജീവ നയതന്ത്ര നിലപാടിന്റെ പുതിയ തെളിവാവുകയാണ്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം മൂന്നാം തവണയാണ് ജയശങ്കർ ഇറാനിയൻ വിദേശകാര്യ മന്ത്രിയുമായി സംസാരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംഭവ വികാസങ്ങളെ അടുത്തറിയാനും നിലപാടുകൾ വ്യക്തമാക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുവെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. സംഘർഷം വ്യാപിക്കരുത്. സമാധാനപരമായ സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രദേശത്തെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതായും ഇനിയും ആശയവിനിമയങ്ങൾ തുടരുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇത് വെറും ഔപചാരിക സംഭാഷണമല്ല, മറിച്ച് ഇന്ത്യയുടെ സജീവ നയതന്ത്രത്തിന്റെ ഭാഗമായുള്ള നിരന്തരമായ ഇടപെടലാണ്. പശ്ചിമേഷ്യൻ മേഖലയുമായി ഇന്ത്യക്ക് ചരിത്രപരമായും സാമ്പത്തികപരമായും തന്ത്രപരമായും വലിയ ബന്ധമുണ്ട്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ഈ മേഖലയിലുണ്ട്. കൂടാതെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും ഈ മേഖല നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ സമാധാനം ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയം സമതുലിതത്വം പുലർത്തുന്നതാണ് ഏറ്റവും വലിയ ശക്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിദേശ നയം കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതൽ ശക്തവും സ്വതന്ത്രവുമായ നിലപാടുകളിലേക്ക് വളർന്നു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം, ഇത് ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വശത്ത് ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായും ഇന്ത്യ സൗഹൃദ ബന്ധം നിലനിർത്തി പോരുകയാണ്. ഇസ്രായേലുമായുള്ള അടുത്ത ബന്ധവും ഇതോടൊപ്പം ഇന്ത്യ കൈവിടുന്നില്ല. ഇത്തരമൊരു സമതുലിത സമീപനം ലോക രാഷ്ട്രീയത്തിൽ തന്നെ അപൂർവമാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിലെ ഈ സ്വാതന്ത്ര്യവും പ്രായോഗികതയും ഇന്ന് രാജ്യത്തെ കൂടുതൽ വിശ്വസനീയമായ ആഗോള പങ്കാളിയായി ഉയർത്തിയിരിക്കുന്നു. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും സംഘർഷം കുറയ്ക്കാനും സംഭാഷണങ്ങൾക്ക് വാതിൽ തുറക്കാനും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുടെ അഭിപ്രായത്തെ ശ്രദ്ധയോടെ കാണുന്നുണ്ട്. മോദി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ ഫസ്റ്റ് എന്ന ആശയം വിദേശ നയത്തിന്റെ പ്രധാന അടിത്തറയായി മാറിയിട്ടുണ്ട്. എന്നാൽ അതേസമയം ലോക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇന്ത്യ സംഭാവന ചെയ്യണമെന്ന ഉത്തരവാദിത്വവും ഇന്ത്യ ഏറ്റെടുക്കുന്നുണ്ട്. ഈ സമീപനമാണ് ഇന്ത്യയെ ഒരു സമാധാന പ്രേരക രാജ്യമായി ലോകത്ത് തിരിച്ചറിയപ്പെടാൻ സഹായിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന സമീപനം ഇതിന് മികച്ച ഉദാഹരണമാണ്. യാതൊരു പക്ഷത്തെയും അനാവശ്യമായി പ്രകോപിപ്പിക്കാതെ എല്ലാ രാജ്യങ്ങളുമായും ആശയവിനിമയം തുടരുക എന്നതാണ് ഇന്ത്യയുടെ രീതി. പ്രശ്നങ്ങൾ സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കപ്പെടണം എന്ന ഉറച്ച നിലപാട് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കും. ഇന്ന് ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഒരു നിർണായക ശബ്ദമായി ഉയർന്നുവെന്ന് പറയാം. ശക്തമായ നേതൃത്വവും വ്യക്തമായ വിദേശ നയവുമുള്ള ഒരു രാജ്യമായി ഇന്ത്യയെ ലോകം കാണും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ആഗോള വിഷയങ്ങളിൽ ഇടപെടുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം എത്രയും വേഗം അവസാനിക്കണമെന്നതാണ് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ സമാധാനത്തിനും സംഭാഷണത്തിനും പിന്തുണ നൽകുന്ന ഇന്ത്യയുടെ നിലപാട് ഏറെ പ്രാധാന്യമുള്ളതാണ്. സമതുലിതവും ദൂരദർശിത്വമുള്ളതുമായ വിദേശ നയം കൊണ്ടാണ് ഇന്ത്യ ഇന്ന് ആഗോള രാഷ്ട്രീയത്തിൽ വിശ്വാസ്യത നേടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ നയതന്ത്ര ശ്രമങ്ങൾ ഭാവിയിൽ കൂടുതൽ വലിയ സമാധാന ശ്രമങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയും ശക്തമാണ്.